പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയരെ, ഇന്നത്തെ വചനത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലെ ഒരു വരിയാണ് നാം കേട്ടത്. അതിന് തൊട്ടു മുമ്പുള്ള ബൈബിൾ ഭാഗത്ത് നാം കാണുന്നത് വിശ്വാസം ഏറെ പരീക്ഷിക്കപ്പെട്ട 2 സ്ത്രീ ജീവിതങ്ങളെയാണ്. ഒന്ന്, മക്കളില്ലാതെ വർഷങ്ങളോളം പരിഹസിക്കപ്പെട്ട ഒരുവൾ. മറ്റൊന്ന്, കന്യകയായിരിക്കുമ്പോൾ തന്നെ ഉദരത്തിൽ ഒരു ശിശുവിനെ വഹിക്കുവാൻ വിളി ലഭിച്ചവൾ. ഇവരുടെ അനുസരണവും എളിമയും വിശ്വാസവും വഴി ജന്മമെടുത്തത് രക്ഷാകര ചരിത്രത്തിന് കാരണഭൂതനായ ക്രിസ്തുവും അതിനുള്ള വഴിയൊരുക്കുവാൻ വന്ന സ്നാപകനും. ഇവരൊക്കെ എളിമയോടെ സ്വീകരിച്ച ഏറ്റുപറഞ്ഞ വിശ്വാസമാണ് സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും ഇവരുടെയൊക്കെ നാമം കോടിക്കണക്കിന് ആളുകൾ ഇന്നും പ്രഘോഷിക്കുവാൻ കാരണമായി തീർന്ന ഇവരുടെ സ്വത്വത്തെ രൂപീകരിച്ചത്. സാധാരണ മനുഷ്യരാണ് നാം. പക്ഷേ ഇന്നലെ വരെയുള്ളത് ഉപേക്ഷിച്ച് ഇന്നു മുതൽ ശക്തമായി വിശ്വാസം ഏറ്റുപറഞ്ഞ് വിശുദ്ധിയിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനുള്ള വിളി ഇന്നും നമുക്ക് മുൻപിലുണ്ട്. വീഴ്ചകളോർത്ത് വേദനിച്ചിരിക്കാതെ അമ്മയ്ക്കൊപ്പം കൈപിടിച്ച് നമുക്കൊന്ന് ത്രിത്വത്തിലേക്ക് വീണ്ടും നോക്കാം. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മനസ്സിലാക്കാം. അതിന് നന്ദി പറയാം. എല്ലായ്പ്പോഴും നമുക്ക് ഏറ്റുപറയാം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.